നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഹരിഹർ ഫോർട്ടിലോട്ടാണ്. ഇന്നലെ രാത്രി നമ്മൾ താമസിച്ചൊരു സ്ഥലമാണിത്. നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ? അതിമനോഹരമായ ഒരു ആശ്രമമാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് പോയി വന്നിട്ട് പറഞ്ഞുതരാം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളിവിടെ താമസിച്ചൊക്കെ ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു ഷെയർ ടാക്സി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ ഈ ഒരു ആശ്രമത്തിൻ്റെ പുറകിലായിട്ട് നിങ്ങളീ കാണുന്നത് ബ്രഹ്മഗിരി മലനിരകളുടെ ഭാഗങ്ങളാണ്. രാവിലെ നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ ഒരു ആശ്രമത്തിൻ്റെ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ മേഘങ്ങളൊക്കെ വന്നിട്ട് ആ പച്ചപ്പ്, അത് ഈ മൺസൂൺ സമയത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇതാണ് ഈ ഒരു ആശ്രമം വരുന്നത്. രാവിലെ തന്നെ വരുന്നവരും പോകുന്നവരൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. നമുക്കിവിടുന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആദ്യം ഭക്ഷണം കഴിക്കാം. രാവിലത്തെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്നല്ല നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഷെയർ ടാക്സിയും കാര്യങ്ങളൊക്കെ കിട്ടുക. കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ്. അവിടെ ഒരു അംബേദ്കർ ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അവിടെ നിന്നാണ് വണ്ടിയൊക്കെ കിട്ടുക. ആകാശത്ത് മേഘങ്ങൾ കിടക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടെ അന്വേഷിക്കണം. ഇപ്പം സീസൺ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആളുകൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അവിടെ ആശ്രമത്തിൽ നിന്ന് നേരെ ഇറങ്ങി ലെഫ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ നടന്നു പോകുന്നതാണ് അംബേദ്കർ ചൗക്ക് എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കണ്ടോ? തൃശൂലം വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തത്. ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണത്. നമുക്ക് തൽക്കാലം രാവിലത്തെ ഭക്ഷണം അവിടുന്ന് കഴിക്കാം. എന്തുള്ളത് നോക്കട്ടെ. ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. ഇതിന്റെ ചട്നിയും സാമ്പാറൊക്കെ നമ്മൾ ഇതുവരെ കഴിച്ചൊരു ടേസ്റ്റേ അല്ല, വേറെ എന്തോ ടേസ്റ്റാ. ഈ ഒരു ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞുതരാം. നമ്മൾ അവിടെ ഷെയർ ടാക്സി കിട്ടുമെന്നൊക്കെ നോക്കി. പക്ഷെങ്കിൽ ആള് കുറവായതുകൊണ്ട് അവർ പറഞ്ഞത് നിങ്ങളിപ്പോൾ ടാക്സി എടുത്തു കഴിഞ്ഞാൽ 2 പേരെ ഞങ്ങളാകെ ഉള്ളൂ. അപ്പോൾ ആ പൈസ കൂടെ കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഓട്ടോ ആണ്. അപ്പോൾ ഓട്ടോ നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും നഷ്ടമാണ്. ഷെയർ ടാക്സി ആണെങ്കിൽ ഒരാൾക്ക് 250 രൂപയേ വരുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ 2 പേര് മാത്രമായതുകൊണ്ട് ഓട്ടോ എടുക്കാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. ഒരാൾക്ക് ഇപ്പോൾ 500 രൂപയായിട്ടുണ്ട്. അല്ലെങ്കിൽ 250 രൂപ മതി നമുക്ക് ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ നമ്മൾ പോകുന്ന വഴിയിലുള്ള ഗ്രാമങ്ങളാണ്. നമ്മൾ താഴെ എത്തുന്ന അവിടെ ഒരു ഗ്രാമമുണ്ട്. അത് നിർഗുത് പാട എന്നാ പറയുക. അതാണ് അവിടുത്തെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഗ്രാമം എന്ന് പറയുന്നത്. നിങ്ങൾ ഹരിഹർ ഫോർട്ടിന്റെ ഏറ്റവും താഴത്തെ ഒരു ഗ്രാമമാണ്. ബൈക്കൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവിടെയും താമസിക്കാൻ പറ്റും. അതിനുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തു തരും. ഇത് നമ്മൾ പോകുന്ന വഴിയിലുള്ളൊരു കുഞ്ഞു ഗ്രാമമാണ്. ഇവിടുത്തെ ആശുപത്രിയാണ് നിങ്ങളെ കാണുന്നത്. ആശുപത്രിയും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ചെറിയ സ്കൂളും ഉണ്ട്. നമ്മളെ നേരത്തെ കണ്ട ഗ്രാമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അധികം വീടുകളൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ ഗ്രാമം വരുന്നത് ഞാൻ പറഞ്ഞ പോലെ അവിടെ ഹരിഹർ ഫോർട്ടിന്റെ താഴെയായിട്ടാണ്. ഇപ്പം നമ്മൾ ഏകദേശം ആ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്നേ നമുക്ക് ആ ഒരു പച്ചപ്പ്, അത് ഈ മൺസൂണിൽ മഴ പെയ്ത് ഈ പ്രദേശം മുഴുവൻ പച്ചപ്പായി കിടക്കുകയാണ്. ഈ ടൈം തന്നെ വരണം നിങ്ങൾ, എന്നാലേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. വേറെ ഏത് സമയത്ത് നിങ്ങൾ വന്നാലും ഈ ഒരു പച്ചപ്പ്, അതായത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ ഈ മൺസൂൺ സമയത്ത് തന്നെ ഇങ്ങോട്ട് വരണം. ഇവിടെയായിട്ടാണ് ഈ ഒരു ഹരിഹർ ഫോർട്ടിന്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടെ നമ്മൾ ഒരാൾക്ക് 40 രൂപയാണ്. 2 ടിക്കറ്റ് എടുക്കണം, എന്നിട്ടാണ് അകത്തോട്ട് പോകേണ്ടത്. ഇവിടെ തിരക്ക് കുറവാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആ മേഘം മൂടി നിൽക്കുന്ന ഭാഗത്താണ് നമുക്ക് പോകേണ്ട ആ ഒരു ഫോർട്ട് വരുന്നത്. ഇവിടെ ചെറിയൊരു തടാകവും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ആ പച്ചപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ പച്ചപ്പൊന്നും ഇല്ല ഇവിടെ. ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നെങ്കിൽ ഈ ഒരു ഭംഗി നമുക്ക് കിട്ടൂലായിരുന്നു. നമ്മളിതാ ഇവിടെ ഹരിഹർ ഫോർട്ടിലോട്ട് കയറുന്നതിൻ്റെ ഏറ്റവും താഴെയാണ്. ഇനിയിപ്പോൾ ഈ വഴി കയറി അവിടെ മുകളിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്നും കയറി അവിടെ എത്തുമ്പോഴാണ് മുകളിലോട്ടുള്ള ആ സ്റ്റെപ്പൊക്കെ വരുന്നത്. കുറേ കയറി പോകാനുണ്ട്. നമുക്കിനി ഇവിടുന്ന് മെല്ലെ മെല്ലെ അങ്ങോട്ട് കയറി പോവാം. പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ ഈ വന്ന ഒരു ഭാഗം കണ്ടോ? അതിൻ്റെ ഒരു ഭംഗി ഇപ്പം എന്താ ഞാൻ പറയേണ്ടത്? ഓഫ്, സൂപ്പർ. ഇപ്പം മെല്ലെ മെല്ലെ കയറി പോവാം. സമയം എടുക്കും എന്തായാലും. ഇതാ കയറി ഫസ്റ്റ് ആ ഒരു ഹരിഹർ ഫോർട്ടിനൊക്കെ എഴുതിയ ഭാഗമാണിത്. ഇതുവഴിയാണ് നമ്മളിങ്ങോട്ട് വന്നത്, ആ ഒരു വഴി. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗങ്ങളുണ്ട്. ഇനി നമുക്കതാ അങ്ങ് മുകളിലെത്തണം. അതുവഴിയാണ് കേട്ടോ നമ്മളിങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇങ്ങനെ വന്ന്
എന്താ നമ്മൾ വന്ന ഓട്ടോ ആണ് കിടക്കുന്നത്. ഉണ്ടോ? അവിടുന്ന് ഇതുവഴി കയറി ഇത്രയും മുകളിലെത്തി. ഇനി ഈ ഒരു വഴിയാണ് പോകേണ്ടത്. സമുദ്രനിരപ്പിന്ന് ഏകദേശം 3676 അടി ഉയരത്തിലാണ് നമ്മൾ ഈ പോകുന്ന ഹരിഹർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഹരിഹർ ഫോർട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പുകളുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അവിടെ മുകളിലായിട്ടാണ് ആ സ്റ്റെപ്പുകൾ വരുന്നത്. മൊത്തം 117 സ്റ്റെപ്പുകളാണ് നമുക്ക് കയറി പോകാനുള്ളത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഏകദേശം ഒരു 85 to 90 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഈ സ്റ്റെപ്പുകൾ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു കോവണി കുത്തി വെച്ചിട്ട്, അതായത് നമ്മളിങ്ങനെ ആകാശത്തേക്ക് നേരെ കുത്തി വെച്ചിട്ട് നമ്മൾ കയറി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് കിട്ടുക. നമ്മളിത് ആ ഒരു വഴി വന്ന് ഇനി ഇതുവഴിയാണ് പോകേണ്ടത്. ഇങ്ങോട്ട് മുകളിൽ നമ്മൾ കയറിയാലും ഇവിടെയൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളുണ്ട്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു വഴി ഇങ്ങനെ കയറി വേണം മുകളിലോട്ട് പോകാൻ. മൊത്തം നമുക്ക് താഴെ നിന്ന് 8 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ മുകളിലേക്ക്. ഇവിടുന്ന് ഒരു സെക്ഷനൊക്കെ കയറി ഏകദേശം മുകളിലെത്തി. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കൂടി നമുക്ക് കയറി പോകാനുണ്ട്. പക്ഷെ ഇവിടെ എൻ്റെ പിന്നിലുള്ള വ്യൂ ഉണ്ടോ? എന്താ പറയണ്ടേ, നല്ല തണുത്ത കാറ്റ്. ഇനിയിപ്പോൾ ഇതാ മുകളിലോട്ട് കയറി പോകണം. അടിപൊളി. ഇവിടെ ഇതാ ഒരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തോട്ടും എങ്ങോട്ടാന്നുള്ളതിനെ പറ്റി. ഇനിയിപ്പം ഇതുവഴി വേണം മുകളിലോട്ട് കയറി പോകാൻ. ഇപ്പോൾ ഈ വഴി നമുക്ക് പോകേണ്ടത്. നോക്കിക്കോ, പോകേണ്ട വഴി ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. ആ ഒരു ചെറിയ വഴി കൂടെ നമ്മുടെ ഏണി കുത്തനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയുള്ള ആ സ്റ്റെപ്പുകൾ കയറി വേണം പോകാൻ. ഇതാ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഈ ഒരു 90 ഡിഗ്രി കിടക്കുന്ന 117 സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. പിന്നെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടാവും, അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ വരുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ കയറി ഏറ്റവും ടോപ്പിലെത്തി. എങ്ങനെയാണ് മുകളിലെത്തിയെന്നൊരു പിടിയില്ല. അത്രയും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫുള്ള് കുരങ്ങന്മാരും എല്ലാം കൂടി. ഇവിടെ ഒരു പ്രശ്നം ഞാൻ കണ്ട്, തീരെ വൃത്തിയില്ല. ഇവിടെ വരുന്നവർക്ക് എന്തൊക്കെയോ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒരു വൃത്തികേടാക്കിയിട്ടുണ്ട്. പക്ഷേ അടിപൊളിയാണ്. നിങ്ങൾ ആ ഒരു വ്യൂ നോക്ക്. ഇനിയും മുകളിലോട്ട് നമുക്ക് കയറാനുണ്ട്. നമ്മളിവിടുന്ന് കയറി വന്നതെന്നൊന്ന് കണ്ടോ. കയറി വരുന്ന സമയത്ത് അത് എടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ടോ, ഈ കുത്തനെയുള്ള കയറ്റം കയറിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. കാണിച്ചു തരാം. താഴെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അവിടുന്ന് ഈ കയറ്റം കയറിയിട്ട് അങ്ങോട്ട് വന്നത്.
ഈ ഒരു ഇടുങ്ങിയ വഴി കൂടിയാണ് നമുക്ക് പോകേണ്ടത്. കാണുമ്പോൾ മനസ്സിലാവും. ഇതാ അവിടെയൊക്കെ താഴോട്ടുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചുതരും. കഴിഞ്ഞു, താഴോട്ട് കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. പോകുന്ന വഴി ഒന്ന് സ്ലിപ്പായാൽ തീർന്നു. പിന്നെ ഒരു തിരിച്ചു വരവില്ല ശശിയെ. നമ്മൾ സ്റ്റെപ്പുകൾ കയറി തൊട്ട് മുകളിലെത്തുന്ന സമയത്തുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് സ്റ്റെപ്പുകളില്ല. ഇനിയും നമുക്ക് മുകളിലോട്ട് കയറി പോകാനൊക്കെ ഉണ്ട്. സ്റ്റെപ്പുകൾ ഇത് അവിടം വരെ ഉള്ളൂ. ഇവിടെയും നമുക്ക് കടകളുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും മുകളിൽ വരെ കയറി പോകുന്ന എല്ലാ ഭാഗങ്ങളിലും ഇഷ്ടംപോലെ കടകളുണ്ട്. പക്ഷേ പൈസ അവർ കൂടുതലാണ് വാങ്ങിയത്. കാരണം അവർ ആ സാധനങ്ങളും നമ്മളിപ്പോൾ കയറി വന്ന വഴി തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇങ്ങോട്ടേക്ക് വരാൻ വേറെ ഒരു വഴിയുമില്ല. അപ്പം അത്രയും ബുദ്ധിമുട്ടി കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ അവർ അതിന് കൂടുതൽ പൈസയും വാങ്ങിക്കുന്നുണ്ട്. അതൊന്നൊരു കുഴപ്പമില്ല. അപ്പം നമുക്കിനി ഇവിടുന്നും മുകളിലോട്ട് കയറി പോകാനുണ്ട്. സി 1100 മുതൽ 1300-350 വരെയൊക്കെ മധ്യപ്രദേശും മഹാരാഷ്ട്രയൊക്കെ അടങ്ങുന്ന വടക്കൻ കർണാടകയുടെ കുറച്ച് ഭാഗങ്ങളും ഈ ഭാഗങ്ങളൊക്കെ അടങ്ങുന്ന ഈ പ്രദേശം ഭരിച്ചിരുന്ന സെയുന, അതായത് യാദവ രാജവംശത്തിൻ്റെ കാലത്താണ് ഇങ്ങനൊരു കോട്ട നിർമ്മിക്കുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം പലരും ഈ കോട്ടകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ സെയുന രാജവംശം എന്ന് പറയുന്നത് ഗിൽജി സുൽത്താനേറ്റിനോടാണ് പരാജയപ്പെട്ട ശേഷമാണ് ആ ഒരു രാജവംശം ഇല്ലാണ്ടാവുന്നത്. അതിനുശേഷം ഈ ഒരു കോട്ട ഖാൻ സമാമിന്റെ കീഴിലായിരുന്നു. പിന്നീട് 1818 ഈ കോട്ട ക്യാപ്റ്റൻ ബ്രിഗ്സ് പിടിച്ചെടുക്കുന്നുണ്ട്. അതായത് ഈ കോട്ടകളടക്കം മൊത്തം 17 കോട്ടകൾ അദ്ദേഹം പിടിച്ചതിന്റെ കൂട്ടത്തിൽ ഈ ഒരു കോട്ട കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഈ കോട്ടയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അതല്ലാതെ പല രാജാക്കന്മാരും ഒളിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട് ഈ കോട്ടകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മുകളിലോട്ട് കയറി വരുന്ന ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് 360 വ്യൂ ആണ് കിട്ടുക. ഏത് ഭാഗത്തോട്ടും നമുക്ക് വ്യൂ ആണ്. ദൂരെ നിങ്ങൾ കാണുന്നത് ഗോദാവരി നദിയാണ്. ഇങ്ങോട്ടുള്ള ആ കയറ്റവും ഇവിടുത്തെ കാഴ്ചകളും ലൈഫിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രമാത്രം അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ട്രക്കിംഗ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓർമ്മിച്ചിരിക്കുന്ന ഒരു ട്രക്കിംഗ് ആയിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ആ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. ഇവിടെയൊക്കെയുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. എനിക്ക് കുറച്ച് ഹൈറ്റ് പേടിയുള്ള പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ആ കല്ലിൻ്റെ മുകളിലൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. ഇനി അവിടെയാണ് നമ്മുടെ ഏറ്റവും പീക്ക് വരുന്നത്. അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. കണ്ടോ, നമ്മുടെ ഇന്ത്യയുടെ പതാക ഉണ്ട് അവിടെ. ഇതുവഴിയാണ് അങ്ങോട്ട് പോകേണ്ടത്. അവിടെ നിങ്ങൾ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, സൂം ചെയ്യാൻ. കണ്ടോ, ഒരു മല നിൽക്കുന്നതാണത്. അവിടെ ഫോഗ് കൂടുതലായതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ കയറി ഇവിടെ മുകളിലൊരു ഭാഗത്തെത്തി. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ ഇത്രയും നേരം ബാഗ് ഈ ബനിയൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. അതാ നേരത്തെ നിങ്ങൾ ബാക്കിലൊരു കൂന് പോലെ കണ്ടിട്ടുണ്ടാവും. കാരണം കുരങ്ങന്മാരുടെ പ്രശ്നം അത്രയുണ്ട് നമുക്ക് ഇവിടെ. നമുക്കിനി പോകേണ്ടത് അതാ മുകളിൽ ആ ഭാഗത്തോട്ടാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങോട്ട് കയറി ആ ഭാഗത്തേക്ക് നമ്മൾ എത്തണം. കയറിയിട്ട് നമ്മളിതാ ആ ഒരു ഭാഗം കൂടെ നടന്നു വന്നു. അവിടെ മൊത്തം കോട വന്ന്. പിന്നെ അവിടെയായിട്ടൊരു വ്യൂ വരുന്നുണ്ട്. അവിടെ നമുക്ക് പോവാം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറാം. ഞാനെന്താ ഇവിടുന്ന് മുകളിൽ എത്തിയിട്ടില്ല. പക്ഷേ ഇവിടുന്ന് തന്നെയുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഭാഗം ഫുള്ള് കോട ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഇനി ഇങ്ങോട്ട് മൂടും. ഉണ്ടോ? ഊഫ്,
മുകളിലെത്തി. ഓരോ ഭാഗത്തും വ്യൂ 360. കുറച്ച് ഇവിടെ ഏതാ നമ്മുടെ കൊടി. അവിടെയൊക്കെ കോട വന്നുകൊണ്ടിരിക്കുക കണ്ടോ. നേരത്തെ നമ്മൾ ഇവിടെയൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫുൾ കോടയായി. താഴോട്ട് വ്യൂ മൊത്തം പോയി. കോട വരുമ്പം ഫോക്കസ് പോവും കണ്ടോ. അവിടെയൊക്കെ കോട വന്നു. നട്ടുച്ചക്കാണ് നമ്മളിപ്പോൾ ഇത് അവിടെ നിൽക്കുന്നത്. നേരത്തെ നമുക്ക് വന്നപ്പോൾ ഇവിടെ മൊത്തം നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, മൊത്തം കോട വന്നിട്ട് നമ്മൾ വന്ന വഴിയും നമുക്കിനി പോകാനുള്ള ഭാഗവും മൊത്തം മൂടി. രണ്ട് ഭാഗത്തുനിന്നും കോട വന്നിട്ട് ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ക്യാമറയിൽ കൂടെ കാണുന്ന സമയത്ത് പിന്നെയും നിങ്ങൾക്ക് കാഴ്ചകൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പം നമുക്ക് ഇത്ര പോലും വ്യൂ കിട്ടുന്നില്ല. അവിടെയൊക്കെ നമുക്ക് വ്യൂ ഇല്ലാണ്ടായിട്ടുണ്ട്. ആ ഒരു ഭംഗി കണ്ടോ, ഈ പച്ചപ്പും അതിൻ്റെ ഇടയിലുള്ള ഈ കോടയും. എന്താ പറയണ്ടത്, നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം. ഇത്ര ഭംഗിയുള്ള കാഴ്ചകളാണ്. ഭംഗിയുടെ കൂടെ എന്താ പറയണ്ടേ, അടിപൊളിയായിട്ടുള്ളൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള, എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും മോസ്റ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് കൂടിയാണ് ഇവിടെ ഉള്ളത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കോട മാറി. നേരത്തെ നമ്മൾ ഈ വ്യൂ ഒക്കെ നമുക്ക് മറിഞ്ഞിട്ടായിരുന്നുള്ളൂ. ഇപ്പം കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് നല്ല തെളിഞ്ഞ വ്യൂ വന്നു. നേരത്തെ വ്യൂ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ ഭാഗമൊന്നും നമ്മൾ കാണുന്നില്ലായിരുന്നു. ഇപ്പം നോക്ക്, അടിപൊളിയായിട്ടുള്ള കാഴ്ച വന്നില്ലേ. ഇതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. നമുക്ക് നിൽക്കുന്ന നിപ്പിൽ നമുക്ക് കോട വരും, വീണ്ടും അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കിട്ടും. അവിടെ കണ്ടോ, ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. എന്നിട്ട് ഇതാ ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറി വന്നു. ഇതുവഴിയാണ് ഇങ്ങോട്ട് വന്നത് കണ്ടോ. ഗോദാവരി നദിയാണ് നിങ്ങളെ കാണുന്നത്. ഇവിടെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ആ ഒരു നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു നദിയാണ് നിങ്ങളവിടെ ദൂരെയായിട്ട് ഇങ്ങനെ നിറഞ്ഞ് വ്യാപിച്ച് കിടക്കുന്നത് കാണുന്നത്. ഇപ്പോൾ നമ്മളിത് അതിൻ്റെ ഏറ്റവും പീക്കിലാട്ടപ്പോൾ നിൽക്കുന്നത്. എന്താ പറയണ്ട, ഒന്നും പറയാനില്ല. അടിപൊളി വ്യൂ ആണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. മൂപ്പ പോകാൻ ഇപ്പോൾ താഴെ പോകാനും. ഇവിടെ ഒരു ചെറിയൊരു ഏരിയ മാത്രം നല്ല പീക്കിൽ നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു 360 വ്യൂ ഇവിടെ കിട്ടും. നമ്മളൊരു ഇന്ത്യയുടെ ഒരു ഫ്ലാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും പീക്ക് ഇവിടുന്ന് ഫുൾ പച്ചപ്പ്, 360 വ്യൂ പച്ചപ്പാ. സൂപ്പർ. ഇതുണ്ടോ, അതാ അവിടെയൊക്കെ നോക്ക് നിങ്ങൾ. സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഇതാ അടുത്ത വ്യൂ 360 വ്യൂ ആ മൊത്തം. അപ്പോൾ നമ്മളിത് അവിടുന്ന് മുകളിൽ നിന്നാണ് കേട്ടോ അങ്ങോട്ട് നടന്നു വന്നത്. ഇനി ഇതുവഴി പോയിട്ട് അവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്, അതുകൂടി നമുക്ക് കാണാനുണ്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ് അരിയർ ഫോർട്ട്. അഡ്വഞ്ചർ, ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും ബെസ്റ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. എന്താ പറയണ്ടേ, എനിക്ക് പൊതുവേ ഹൈറ്റ് പേടിയുള്ള ഒരാളാണ്. പക്ഷേ
ഇത്രയും അഡ്വഞ്ചർ അത് എക്സ്പീരിയൻസ് ചെയ്യണം, മസ്റ്റാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും വന്നിട്ടില്ലേ നിങ്ങൾക്ക് എന്തായാലും അത് വലിയൊരു നഷ്ടമായിരിക്കും. അത്രമാത്രം അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. സൂപ്പർ. പിന്നെ കുറേ ചെറിയ ചെറിയ കുളങ്ങൾ പോലെ കെട്ടിയുണ്ടാക്കിയ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. വെയിൽ വരും, കോട വരും, വീണ്ടും വെയിൽ വരും, ചെറുതായിട്ട് മഴ പെയ്യും. ഇതൊക്കെ തന്നെ കാണുന്നത്. പണ്ട് ആളുകളൊക്കെ വന്നിട്ട് ഒളിച്ചിരിക്കൂലേ, അങ്ങനെ ഒളിച്ചിരുന്നിട്ട് ഇവിടെ ഒരു 360 വ്യൂ ആ മൊത്തം. അപ്പോൾ ഏതെങ്കിലും വഴി ആക്രമണം വരുന്നുണ്ടോ അങ്ങനെയൊക്കെ ഇവിടുത്തെ ഭടന്മാർ, അതായത് ഈ ഒരു ഹരിയർ ഫോർട്ട് വരുന്നത് ശിവജിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒളിക്കാൻ, അതായത് ആക്രമണം നേരിടുന്ന സമയത്ത് രാജാക്കന്മാർ ഒളിച്ചു താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കോട്ടയാണ്. ആ കോട്ടയുടെ ഒരു ഭാഗത്താണ് ഇത് കിടക്കുന്നത്. ഇത് ഇന്നത്തെ പടയാളികളൊക്കെ ഒളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സെറ്റപ്പ് ചെയ്തത്. കാരണം ഒറ്റ ഈ ഒരു എൻട്രൻസ് ചെയ്തിനുള്ളൂ, വേറെ ഒരു ഭാഗത്തോടെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റൂല. അപ്പോൾ ഇതുവഴി ആക്രമണങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത്. മൊത്തം ഇരുടാട്ടോ അകത്ത്, കാണാനൊന്നുമില്ല, കുറേ പ്ലാസ്റ്റിക്കൊക്കെ വാരി വലിച്ചിട്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് എല്ലാ സ്ഥലത്തും വേസ്റ്റ് കൊണ്ടിട്ടുണ്ട്. തീരെ അത് വരുന്നവരുടെ പ്രശ്നമാണ് കേട്ടോ, ആ വരുന്നവർ ശ്രദ്ധിക്കാത്തോണ്ടാ. ഓക്കെ, ഇവിടെ ഏതാ ഇതുപോലെ മുഴുവൻ കുരങ്ങന്മാരുണ്ടേ. നിങ്ങൾ ബാഗൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ സൂക്ഷിച്ചോ, ഒക്കെ കൊണ്ടുപോകും. ഞാനിപ്പോൾ ബാഗ് എൻ്റെ ബനിയൻ്റെ ഉള്ളിലിട്ടതാ. മുഴുവൻ കുരങ്ങന്മാരാ, നല്ലോണം അറ്റാക്കിങ് സാധ്യതയുള്ളതാണ് എല്ലാം. അതുകൊണ്ട് ഇവിടെ വരുമ്പം ഏറ്റവും സൂക്ഷിക്കേണ്ടത് ബാഗ് ഉണ്ടെങ്കിൽ ഒന്നൂക്ക് താഴെ വെക്കുക, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ അടിയിലെങ്ങാൻ ഇടുക. ഇഷ്ടം പോലെ ഉണ്ട്. പൂവ് തിന്ന് നോക്ക്. ദേ ഒരുത്തൻ എവിടെ, ഇതാ ഈ ഒരു വഴിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതുവഴി വേണോ പോവാൻ. ഇത്ര ഇടുങ്ങിയ വഴികളാ ഉണ്ടോ. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരാനുണ്ട്, അല്ല കയറി വരാനുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. അവിടെ നിന്ന് താഴോട്ടുള്ള ചെറിയൊരു തുള കണ്ടോ, അതുവഴി വേണം നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോവാൻ. ഒരു ചെറിയ ഏരിയ ആണ്, ഒരു കുഞ്ഞ് ഗ്യാപ്പ്. ആ പുള്ളി കയറി വരുന്ന ആ ഭാഗം, അതുവഴി കുനിഞ്ഞ് വേണം അങ്ങോട്ട് പോവാൻ. ഇവിടുന്ന് ഇനി പോകേണ്ട വഴിയാണിത്. ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 ഇഞ്ച് ഒന്ന് കണ്ടോ, കുത്തനെയുള്ള ഇറക്കം. കാലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ പിന്നെ താഴേന്ന് വടിച്ചെടുക്കാനേ ഉണ്ടാവുള്ളൂ. കണ്ടോ, ആ പോകുന്ന വഴിയിൽ നേരെയായിട്ട് നമ്മൾ ഇറങ്ങിപ്പോണം. വന്ന വഴി കാണിച്ചു തരാം. ആ ഒരു വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. എന്നിട്ട് ഇതുവഴി പോടാർന്ന് ഈ ഇറങ്ങിപ്പോടുന്നത്. അവിടുന്ന് എങ്ങനെ ഇറങ്ങിപ്പോണ്ടെന്ന് ഒരു പിടുത്തമില്ല. സത്യം പറഞ്ഞ കാലും ഇറക്കുന്നു. അയ്യോ, നോക്കാം നമുക്ക് കാണിച്ച്. അയ്യോ, ഞാൻ ഇനി വീഡിയോ താഴെ എത്തിയിട്ട് എടുക്കാം. റിസ്ക്കാണ്, നല്ല റിസ്ക്കാണ്. അതുകൊണ്ട് ആ പരിപാടി ഇല്ല. താഴെ എത്തിയിട്ട് നമുക്ക് കാണാം. ഒറ്റ ഷോട്ട് നിങ്ങൾക്ക് ഞാൻ താഴോട്ടുള്ള ഇറക്കം കാണിച്ചു തരാം, എന്നിട്ട് നിർത്താം. കണ്ടോ, ഇതാ അതുവഴിയാണ് ഇനി ഇറങ്ങിപ്പോണ്ട്. കണ്ടോ, ഇതാ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി, അതുവഴി ഇറങ്ങി
അതുവഴി വേണം പോകാൻ. താഴെ കഴിഞ്ഞു, തീർന്നു. ഇറങ്ങി വന്നു. ഇതാണ് ഇവിടെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഒരു ഭാഗം മൊത്തം കൊക്കയാണ്. ഇവിടെ നമ്മൾ കുനിഞ്ഞ് വേണം അങ്ങോട്ട് പോകാൻ. നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്നിരുന്നതാണ്. ഇനി നിങ്ങൾക്ക് അവിടെ ഡോറിൻ്റെ അങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മളിങ്ങോട്ട് കയറി വന്ന ഡോറ് വരുന്നത്. അത് ഇവിടെ ആളിലുണ്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാം. അഡ്വഞ്ചർ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഹരിയർ ഫോർട്ട് എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും വരണം, ഉറപ്പായിട്ടും വരണം. കാരണം നമ്മൾ ആ കയറി പോകുന്ന വഴികളും മുകളിലെത്തുമ്പോഴുള്ള കാഴ്ചകളും അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളത് വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് എത്രത്തോളം അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരിക. പറ്റുവാണെങ്കിൽ മൺസൂൺ സമയത്ത് തന്നെ വരിക. മൺസൂൺ തുടക്കം മുതൽ നല്ല റഷായിരിക്കും. അവസാനം ഞങ്ങളിപ്പോൾ ഈ വന്ന സമയത്തൊക്കെ വരുവാണെങ്കിൽ കുറച്ച് നമുക്ക് തിരക്കൊക്കെ കുറഞ്ഞൊരു സമയമായിരിക്കും കിട്ടുക. അപ്പം നമുക്ക് കുറച്ച് തിരക്ക് കുറയുന്ന സമയത്ത് നമ്മൾ കയറി പോകുന്ന വഴി തന്നെയല്ലേ ഇറങ്ങി വരേണ്ടത്. അപ്പം നല്ല തിരക്കാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇന്ന് തന്നെ കണ്ടില്ല, ആളുകൾ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കണ്ടില്ലേ. അപ്പം ആളുകൾ കുറച്ച് കുറവുള്ള മൺസൂൺ കഴിയുന്ന സമയത്തൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ കുറച്ചൊരു 4-5 പേര് വരുവാണെങ്കിൽ നമുക്ക് ഷെയർ ടാക്സി എടുക്കുമ്പം കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും. ഞങ്ങൾ 2 പേര് മാത്രമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും പൈസ കൂടുതൽ വന്നത്. അപ്പം വരുന്ന സമയത്ത് ഒരു 4 പേരോ 5 പേരോ ആയിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റും. ഇനിയപ്പോൾ ഭക്ഷണം കഴിക്കണം. നേരെ വന്ന് ഇവിടെ ഒരു ഹോട്ടലിലോട്ട് അങ്ങ് കയറിയതാണ്. കാരണം രാവിലെ ആ ഒരു ഇഡ്ഡലി കഴിച്ച് പോയതാണ്. പിന്നെ അതിന് ശേഷം അവിടുന്ന് കുറച്ച് വെള്ളവും 2 കക്കിരിക്കയും കഴിച്ചിട്ടുണ്ട്. അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ നല്ല വിശപ്പുണ്ട്. ഇവിടുന്ന് ഇപ്പം നല്ല വിശാലമായിട്ട് ഭക്ഷണം കഴിക്കണം.
അങ്ങനത്തെ ഭക്ഷണം വന്നു. ഞാനൊരു രാജസ്ഥാനി താലിയാണ് പറഞ്ഞത്. ആദ്യം തന്നെ അവർ നമുക്ക് റൊട്ടി കൊണ്ട് തന്നിട്ട് അതിൻ്റെ കൂടെ പരിപ്പ് കറി, പിന്നെ പനീറിൻ്റെ ഒരു കറി വരുന്നുണ്ട്, പിന്നെ നമ്മളെ കടല ചീനയില്ലേ, ചീന മസാല എന്ന് പറയുന്ന കറി വരുന്നുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടൊരു സബ്ജി ഉണ്ട്, പിന്നെ വേറൊരു കറി ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ ചെറിയ ചെറിയ മുറുക്കില്ലേ, മുറുക്കിൻ്റെ കഷ്ണങ്ങൾ പോലത്തെ ഇത് കിട്ടുന്നത്, അതിൻ്റെ കൂടെ ബട്ടർ മിൽക്കാണ് ഇത്, നമ്മുടെ മോര്. ആ കറി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പപ്പടം, സലാഡ്, അച്ചാർ. അവർ റൈസ് നമുക്ക് ജീരക റൈസാണ് വരിക. നമ്മളത് ഈ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ചപ്പാത്തി അവർ വീണ്ടും വീണ്ടും വേണേൽ കൊണ്ടുത്തരും. അപ്പോൾ നമ്മൾ അത് കഴിച്ചതിന് ശേഷമാണ് അവർ നമുക്ക് റൈസ് കൊണ്ടുത്തരിക. അങ്ങനെ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ജീരക റൈസ് കൊണ്ടു തന്നു. അതും നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ നമുക്ക് കറിയൊക്കെ അവരിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും എത്ര വേണമെങ്കിലും. സംഭവം അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് പൊതുവേ ഈ നോർത്ത് ഇന്ത്യൻ താലികൾ, നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ അവസരം കിട്ടുന്ന സമയത്ത് നമ്മളെ നാട്ടിലൊന്നും ഈ ഒരു ടേസ്റ്റോട് കൂടി നോർത്ത് ഇന്ത്യൻ താലികൾ കിട്ടില്ല. അടിപൊളി. അപ്പോൾ നമ്മളെ അവിടെ ഹരിയർ ഫോർട്ടിലെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ്. പോയിട്ടൊന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പോകുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാൻ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുള്ള ഒരു സ്ഥലം കൂടെ പറഞ്ഞുതരാം. അതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഗജൻരാജ് മഹാരാജിൻ്റെ ഒരു ആശ്രമമാണിത്. നിങ്ങൾക്ക് ത്രയംബകേശ്വരിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ആരോട് ചോദിച്ചാൽ ഈ ഒരു ആശ്രമം പറഞ്ഞുതരും. ഇവിടുത്തെ പ്രത്യേകത, നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും. അതായത് ഒരാൾക്ക് പെർ ഹെഡ് 70 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. വളരെ വൃത്തിയുള്ള ബാത്റൂമൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഡോർമെട്രിയാണ് അവരിവിടെ കീപ്പ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് റൂമാണെങ്കിൽ ഒരു റൂമിന് ഇവിടെ ചാർജ് ചെയ്യുന്നത് 200 രൂപ മാത്രമാണ്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങളിനി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ത്രയംബകേശ്വരിൽ വന്നാൽ ഏറ്റവും മിനിമം 500 രൂപയ്ക്കെങ്കിലും അല്ലാതെ നിങ്ങൾക്ക് റൂം കിട്ടില്ല. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ പൈസ മുഴുവനായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 രൂപയ്ക്ക് ഡോർമെട്രി അവൈലബിൾ ആണ്, നല്ല വൃത്തിയിൽ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ ഭക്ഷണം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വരുന്ന ചാർജ് 60 രൂപയാണ്. പിന്നെ വളരെ ശാന്തമായിട്ട് ഒരു ആശ്രമ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക്, എനിക്ക് പിന്നെ കാണുന്ന ഇവിടുത്തെ ക്ഷേത്രമാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിൽ പോവാം. പിന്നെ നിങ്ങൾക്ക് ശാന്തമായിട്ട് ഇവിടെ നിങ്ങൾക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്ര അടിപൊളിയായിട്ടുള്ളൊരു ആശ്രമം കൂടിയാണിത്. അപ്പോൾ ഇനി നിങ്ങൾ ത്രയംബകേശ്വരിൽ വരുന്ന സമയത്ത് ഈ ഒരു ആശ്രമം വിസിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ കൂടെ ഒരു സൗകര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് അവിടെ ഹരിയർ ഫോർട്ട് പോയി ട്രക്ക് ചെയ്തു. ഒരു അടിപൊളിയായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു. എൻ്റെ ലൈഫിൽ ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്ര കൂടിയായിരുന്നു അത്, ഒരു ട്രക്കിംഗ് കൂടിയായിരുന്നു അത്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് തിരിച്ചുകൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഈ ഒരു ആശ്രമത്തിൽ വെച്ച് ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് പറയുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായ യാത്രയായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.